ഇപ്പോൾ കേരളത്തിലെ ചാനലുകളിൽ സ്റ്റാലിൻ വലിയ സംഭവമാണ്, അങ്ങനെയാണ് മോദി കുറേ വേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ തമിഴ് അത്ര അറിയില്ല, മോദിയെക്കുറിച്ച് പറയുന്നത്, മോദി കളിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ സംഭവം ഒന്നും സത്യത്തിലില്ല. തമിഴ്നാട്ടിൽ സ്റ്റാലിനെതിരെയും ഡി എം കെക്കെതിരെയും വലിയ തോതിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ADMK അമ്മയുള്ള ജയലളിതയുള്ള കാലഘട്ടമാണെങ്കിൽ ഒരു 200-ലധികം സീറ്റുകൾക്ക് ജയിക്കേണ്ടതാണ്. അത്രയും വലിയ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആൻറ്റി ഇൻകംബൻസി അപ്പോൾ അവർക്ക് മറ്റൊരു ഓപ്ഷൻ വന്നിരിക്കുന്നു. അതായത് ADMKക്കും DMKക്കും ഞങ്ങൾ കുറേ കാലമായിട്ട് വോട്ട് ചെയ്യുന്ന 2 ദ്രാവിഡ പാർട്ടികൾക്കും വോട്ട് ചെയ്യുന്നതാണ്. നമുക്ക് മുമ്പിലൊരു സുപരിചിതനായ, എത്രയോ കാലമായിട്ട് സിനിമയൊക്കെ കണ്ട് സുപരിചിതനായ ഒരു ഹൗസ് വീട്ടിലെ പയ്യനായുള്ള വിജയുടെ പാർട്ടി വരുന്നു. 234 സീറ്റുകളിലും വിജയ്ക്ക് വേണ്ടിയാണ് അവർ വോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇവർക്ക് കാര്യമായിട്ടൊരു സംഘടനാ സംവിധാനം ഇല്ല, താഴെത്തട്ടിൽ ആൾക്കാരില്ല, ഒന്നുമില്ല. പക്ഷേ ആളുകൾ വളരെ വോളണ്ടറി തന്നെ വിജയ്ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നു. യൂത്ത് വോട്ട്, പിന്നെ അതുകൂടാതെ ഈ വനിതകളുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളുടെ വോട്ട്, ഇതൊക്കെ വലിയ തോതിൽ വിജയിലേക്ക് ഒഴുകി, പ്രത്യേകിച്ച് ഫാമിലി വോട്ട്സ് എന്നുള്ള രീതിയിലേക്ക് അത് പോയി എന്നുള്ളതാണ്.